പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-ാം വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് വേണ്ടി വീണ്ടും ഒരുക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ തരുണത്തിൽ പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ, കൃപ നൽകുമാറാകട്ടെ. ദൈവാത്മാവ് നമ്മോട് വളരെ ശക്തമായ ഭാഷയിൽ പറയുകയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഈ വചനം നമ്മൾ പല പ്രാവശ്യം ധ്യാനിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന സുപരിചിതമായ വചനം. പല പ്രാവശ്യം നാം ചിന്തിക്കുകയും പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഇത് നമ്മുടെ ഒരു അന്ധകാരത്തെ നീക്കുന്ന വചനമായി മാറണം. ദൈവത്തിൻ്റെ ആത്മാവ് അതിനുവേണ്ടിയാണ് സുപരിചിതമായ വളരെ സന്തോഷമുതകുന്ന ഒരു വാക്ക്, ഒരു വചനം നമ്മുടെ കാതുകളിൽ തന്നിട്ട് ദൈവം നമ്മെ പ്രകാശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മോട് സംസാരിക്കുക. അപ്പോൾ നമ്മോട് ചില കാര്യം ചെയ്യാൻ കർത്താവ് പറയുന്നു. അതെന്താണെന്നറിയാമോ? എഴുന്നേറ്റ് പ്രകാശിക്കുക. അപ്പോൾ എഴുന്നേറ്റ് തന്നെ പ്രകാശിക്കണമോ? ഇരുന്നു കൊണ്ട് പ്രകാശിക്കാൻ കഴിയില്ലേ? ഇല്ല എങ്കിൽ നിന്നും കൊണ്ട്, നടന്നും കൊണ്ട്, ഓടിക്കൊണ്ടൊക്കെ പ്രകാശിക്കാൻ കഴിയില്ലേ? കഴിയും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുന്നത്, നാം എവിടെയൊക്കെയോ താളടിയായി പോയ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് പ്രകാശിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രകാശം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. യേശുവിൻ്റെ മുൻപിൽ പക്ഷപാതക്കാരായ പലരും വന്നു. നടക്കാൻ കഴിയില്ല, എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. വർഷങ്ങളായി അവരെ കിടത്തി അവരുടെ അസ്ഥികളും അവരുടെ ചലനങ്ങളുമെല്ലാം വ്യത്യസ്ത രൂപത്തിൽ വന്നു. വർഷങ്ങളായി പക്ഷപാതം പിടിച്ചവരുടെ മുഖം പോലും വ്യത്യസ്തമായിരിക്കും. നടക്കുമ്പോഴാണ് അവരുടെ മുഖത്തിന് വ്യത്യാസമുണ്ടാകുന്നത്. യഥാർത്ഥമായിട്ടുള്ള ഒരു മാനുഷിക അപ്പിയറൻസ് ഒരു മനുഷ്യനിൽ തിളങ്ങുന്നത് അവൻ നടക്കുമ്പോഴാണ്. അവൻ്റെ അസ്ഥി മജ്ജകളെല്ലാം ഒന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ യഥാർത്ഥ രൂപം മറ്റുള്ളവരിൽ പ്രത്യക്ഷമാകുന്നത്. ദൈവത്തിനും അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു. നമ്മെ ക്ഷീണിതരായി, ബലഹീനരായി, അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി പക്ഷപാതക്കാരായി സുഖമില്ലാത്തവർ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ അവർക്ക് കൊടുത്തതായ ഒരു ചികിത്സ, കർത്താവ് കൽപ്പിച്ചതായ ചികിത്സ, നീ എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്കുക. അപ്പോൾ സ്വതവേ എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത ഒരു മനുഷ്യനോട്, നടക്കാൻ വയ്യാത്ത മനുഷ്യനോട് കർത്താവ് പറയുന്ന പ്രതിവിധി, നിനക്ക് എഴുന്നേൽക്കാൻ കഴിയും എന്ന കാര്യം നീ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കഴിവില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. ആ ഒരു ചിന്താഗതിയും ആ ഒരു മനസ്ഥിതിയും നമ്മുടെ കിടക്ക നമുക്ക് തരുന്നു. അപ്പോൾ നമ്മൾ വിശ്രമം കൊടുക്കുന്നതെല്ലാം ശരീരത്തിനല്ല, നമ്മുടെ കിടക്കയ്ക്കാണ്. കിടക്കയ്ക്ക് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നു, അതിനെ ബഹുമാനിക്കുന്നു, അതിനെ സ്നേഹിക്കുന്നു, അതിനെ ഇഷ്ടപ്പെടുന്നു, അതിനെ നമ്മൾ ഒരുക്കുന്നു. കർത്താവ് പറഞ്ഞു, നോ, അങ്ങനെ നീ പോകുന്നിടത്തോളം കാലം നിനക്ക് നിൻ്റെ രൂപം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുവാൻ കഴിയുകയില്ല. നിൻ്റെ പ്രകാശം എങ്ങനെയാണ് എന്നുള്ളത് നിനക്ക് കാണാൻ കഴിയുകയില്ല. അങ്ങനെ നമ്മൾ പ്രകാശം വരുമ്പോൾ നമ്മൾ ആരാണെന്ന് വെളിപ്പെടും. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ പ്രകാശം നമ്മളിൽ ഉദിക്കുമ്പോൾ നമ്മളെ കീഴ്പോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നതായ സംഗതികൾ എന്താണ്? നമ്മളെ വീണ്ടും വീണ്ടും കിടത്തി രോഗിയെന്ന് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ആരാണ് എന്നൊക്കെ ഉള്ളതായ ഒരു ധാരണ നമ്മെക്കുറിച്ച് ലഭിക്കുമ്പോൾ അതിൻ്റെ അടുത്ത സെൻറ്റൻസ് പറയുന്നത്, യഹോവയുടെ തേജസ്സും നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം ആരംഭ അധ്യായത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ഏതും മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം,
ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ്റെ മേളിൽ പ്രകാശം അടിക്കുകയില്ല. ആ മനുഷ്യൻ ആരാണെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം അവനെക്കുറിച്ചുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ ലോകത്തിന് മുൻപിൽ പ്രത്യക്ഷമാക്കുവാൻ തക്കവണ്ണം അവൻ സ്വയം പ്രകാശിക്കുന്ന പ്രകാശമായി മാറുന്നു. അങ്ങനെ പ്രകാശിക്കപ്പെടുന്നതായ വ്യക്തിയിന്മേൽ ദൈവത്തിൻ്റെ തേജസ് വരുന്നു. നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ രൂപവും തേജസ്സും, അല്ലെങ്കിൽ നമ്മുടെ പ്രകാശങ്ങളെല്ലാം വ്യത്യാസമാണ്. നമ്മുടെ ഭാവങ്ങളും നമ്മുടെ വ്യക്തിത്വങ്ങളെല്ലാം നാം പ്രകാശിപ്പിക്കുമ്പോൾ നാം ആരാണെന്ന് വെളിപ്പെടുത്തും. ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ബൾബ്, അല്ലെങ്കിൽ ഒരു നക്ഷത്രങ്ങൾ, വിവിധ രീതിയിലുള്ള വിളക്കുകൾ ഒക്കെ അവ സ്വയം പ്രകാശിപ്പിക്കുമ്പോൾ ആ വെളിച്ചത്തിൻ്റെ ഭാവവും രൂപവും അതിൻ്റെ അനുഭവങ്ങളുമെല്ലാം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തും. എല്ലാവരും കൊടുക്കുന്നതൊരു വെളിച്ചമാണെങ്കിലും ആ വെളിച്ചം ഏത് രൂപത്തിൽ നിന്നാണ് പ്രത്യക്ഷപ്പെടുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് വായിച്ചത്, എഴുന്നേറ്റ് പ്രകാശിക്കാം. നമ്മുടെ ജീവിതത്തിൽ കിടന്നുകൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നതായ, താളടിയാക്കിക്കൊണ്ടിരുന്നതായ ചില സംഭവങ്ങളുടെ മധ്യത്തിൽ ദൈവം പ്രകാശിപ്പിക്കുവാൻ നമ്മുടെ മേൽ പ്രസാദം കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കുവാൻ, കിടക്കയെടുത്തുകൊണ്ട് നടക്കുവാനുള്ളതായ ഒരു ത്രാണി നമുക്കുണ്ടാകണം. നമ്മുടെ നരിയാണികളിൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ നടക്കുവാൻ ഒരു കുതിപ്പുണ്ടാകും. ദൈവം വാസ്തവമായി നമ്മെ സൗഖ്യമാക്കുമ്പോൾ, നമ്മെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ, ജീവിതകാലം മുഴുവനും അന്ധകാരത്തിൽ ഇരുന്നു കൊണ്ടിരിക്കുന്നതായ ഒരനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ, നമ്മുടെ ഭവനത്തിലുള്ളതെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ളതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് സാമൂഹിക രംഗങ്ങളിലുള്ളതെങ്കിൽ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മിൽ ഉദ്ദേശിക്കുന്നതായ സംഗതി നമ്മെ അങ്ങനെ ഇരുത്തിക്കൂടാ. നമ്മെ എഴുന്നേൽപ്പിക്കണം, നമ്മളെ പ്രകാശിപ്പിക്കണം. ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രത്യക്ഷത നാം എഴുന്നേൽറ്റ് പ്രകാശിപ്പിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രത്യക്ഷമാകുന്നത്. 2-ാം വാക്യത്തിൽ, 60-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ടു ജാതികളെയും മൂടുന്നു, നിൻ്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിൻ്റെ മേൽ പ്രത്യക്ഷനാകും. അപ്പോൾ ജാതികളിൽ നിന്നും അന്ധകാരത്തിൽ നിന്നുമൊക്കെ നമുക്കൊരു വ്യത്യാസമുണ്ട്. നാം ദൈവമക്കളാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവം നമ്മെ പ്രകാശമാക്കി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും നാം ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ഒരുപക്ഷെങ്കിൽ പ്രകാശമാക്കി വയ്ക്കുവാൻ ദൈവം നിന്നെ വിളിച്ച നാളുകളിൽ ഒക്കെയും നിൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഇരുന്നു പോകുന്ന, കിടന്നു പോകുന്ന, ചലനമില്ലാത്ത ദിവസങ്ങളും ആഴ്ചകളും ആണ്ടുകളും നിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നേക്കാം. നിൻ്റെ ഭവനത്തിലുണ്ടായേക്കാം, കുടുംബജീവിതത്തിലുണ്ടായേക്കാം. കുടുംബജീവിതത്തിൽ എങ്ങനെ ചിലരുടെ കുടുംബജീവിതങ്ങൾ കുറച്ച് നാൾ പ്രകാശത്തിൽ അവർ നടക്കും. അതിനുശേഷം അവരുടെ പ്രകാശം മങ്ങി വരും. ഒടുവിൽ വന്ന് അവർ അന്ധകാരം ഭവനമായിട്ട് മാറും, അന്ധകാര ജീവിതമായിട്ട് മാറും. അവരുടെ ജീവിതത്തിലെ സ്വഭാവങ്ങൾക്കെല്ലാം വ്യത്യാസമുണ്ടാകുന്നു. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് തരുന്നതായ ഒരു ഇൻഫർമേഷൻ, ഒരറിവ്, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുന്നതായ ഒരു പ്രകാശം നിൻ്റെ മുൻപിൽ ഇതാ ഇരിക്കുന്നു. അതിനെ നിനക്ക് പ്രാപിക്കാൻ കഴിയണമെങ്കിൽ എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇരുന്നും കൊണ്ട് ഉദാസീനതയോടെയുള്ളൊരു ജീവിതമല്ല. നിൻ്റെ ജീവിതത്തിൽ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം നിൻ്റെ കാലുകളിൽ ദൈവത്തിൻ്റെ ശബ്ദം ഒരു ബലം നൽകണം. നിൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ദൈവത്തിൻ്റെ ശബ്ദം നിൻ്റെ ജീവിതത്തിൽ ഒരു ഉത്തേജനം നൽകണം. ആ നരിയാണികളെ ഉറപ്പിക്കണം. ഒരു വലിയ ചൈതന്യം നിൻ്റെ ശരീരത്തിൽ കൂടെ കടന്നു വരുമ്പോൾ അത് നിന്നെ കുതിപ്പിക്കുന്ന ആത്മാവായിട്ട് മാറും. അങ്ങനെ കുതിപ്പിക്കുന്ന അന്തരീക്ഷം നിൻ്റെ ജീവിതത്തിൽ അത് പ്രസരിക്കുമ്പോൾ അവിടെ ഇതാ മറ്റുള്ളവരുടെ മുമ്പിൽ നീ ആരെന്ന് നിന്നെ തന്നെ വെളിപ്പെടുത്തും. ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തും. അങ്ങനെ ദൈവപുത്രനായി മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് മറ്റുള്ളവർ നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അവിടെ പെട്ടെന്നൊരു പ്രകാശം മിന്നി വിളങ്ങുന്ന അനുഭവം ചുറ്റും നിൽക്കുന്നവർ കാണും. അവരുടെ മുൻപിൽ അത്ഭുതമായി, അടയാളങ്ങളായി ദൈവം നിന്നെ മാറ്റും. നിൻ്റെ സന്തതികളെ അത്ഭുതങ്ങളാക്കും, നിൻ്റെ ഭവനത്തെ അതിശയങ്ങളാക്കും. ആർക്കും കണ്ടിട്ടില്ലാത്തതായ
ഒരു മഹത്വകരമായ വെളിച്ചത്തിൻ്റെ തേജസ്സിൻ്റെ ഇരിപ്പിടമായി നിൻ്റെ ഭവനം മാറുമ്പോൾ അവിടെയാണ് ദൈവം നിനക്ക് വേണ്ടി വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ നിറവേറലുണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രകാശത്തെ കാണുവാൻ, നമ്മുടെ പ്രകാശത്തെ കാണുവാൻ, നാം ആരാണെന്ന് കാണുവാനുള്ളതായ ഒരു സന്നദ്ധത, ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭവനത്തിലും നമ്മുടെ സ്വന്തമായ ജീവിതത്തിലും നാം ഇടപെടുന്നിടത്തൊക്കെയും നമ്മെ ബാധിച്ചിരിക്കുന്നതായ അന്ധകാരത്തെ നീക്കം ചെയ്യണം, ആ അന്ധകാരം ഒടുങ്ങിപ്പോകണമെന്നുള്ളതായ ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാകും. ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിൽ കടന്നു വരുമ്പോൾ, നാം പ്രകാശിപ്പിക്കുമ്പോൾ ഇരുളുകൾക്ക് പിടിച്ചടക്കാൻ കഴിയാത്തതായ ഒരു പ്രകാശം. ദൈവവചനം അങ്ങനെയാണ് പറയുന്നത്, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം നമ്മളിൽ ഇരുളിനെ മാറ്റി പ്രകാശത്തെ കൊണ്ടുവരണം. ഒരു പ്രകാശത്തിൻ്റെ സന്തതിയായി, ദൈവത്തിൻ്റെ തേജസ് വസിക്കുന്നവരായി, ഏത് കാലഘട്ടങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും പ്രകാശിപ്പിക്കുന്ന, മറ്റുള്ളവരെയും കൂടെ പ്രകാശിപ്പിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം പോകുന്നിടത്തൊക്കെ ഏത് അന്ധകാരത്തിലും അഗ്നിസ്തംഭമായി, മേഘസ്തംഭമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ വരും. ഈ വചനം നിങ്ങളിൽ വാഗ്ദത്തങ്ങളുടെ ഒരു വലിയ പ്രത്യാശ കൊണ്ടുവരട്ടെ. ഭവനത്തിന്മേൽ ഈ നാളുകളിൽ പോരാടുന്നതായ അന്ധകാര ശക്തികളിൽ നിന്നുള്ളതായ ഒരു വിടുതൽ, ജീവിതത്തിൽ പോരാടുന്ന അന്ധകാര ശക്തികളിൽ നിന്നുള്ളതായ ഒരു വിടുതൽ ഈ വചനം നിങ്ങളിൽ പ്രതിദാനം ചെയ്യട്ടെ. ദൈവത്തിൻ്റെ തേജസ്സുകളിൽ വസിക്കട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു എന്നുള്ളതായ വചനം നിന്നിൽ കൂടെ അത് പ്രാവർത്തികമാകുവാൻ ഈ വചനം നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.